എങ്ങനെ പോകാൻ പറ്റിയാൽ പോവാം, പിന്നെ തിരിച്ചു വരാം. ഓക്കെ. വാര്യൻ്റെ സന്തോഷ് കാരക്കരി ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഗ്രാമീണ യാത്രയുടെ 5ാമത്തെ വീഡിയോ ആണിത്. ഞങ്ങളുടെ 5ാമത്തെ യാത്ര ഏന്ത്യാറ്റിൽ നിന്ന് ആരംഭിച്ച് തേമ്പുഴ കൂട്ടിക്കൽ വഴി മേലോരം വരെ പോകുന്ന യാത്രയാണ്. നല്ല പ്രകൃതി ഭംഗികൾ ആസ്വദിച്ച് പോകാൻ പറ്റിയ കിടിലൻ യാത്രയാണ്. നമ്മുടെ കൂട്ടിക്കൽ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ കൊക്കയാൽ പഞ്ചായത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൂടെയുള്ള യാത്രയാണ്. കൂട്ടിക്കൽ പഞ്ചായത്തിൽ കൂട്ടിക്കൽ വരെ ചെന്ന് ചപ്പാത്ത് വഴി നമ്മൾ കടന്നു പോകുമ്പോൾ കൊക്കയാർ പഞ്ചായത്തിലേക്ക് കിടക്കും. കൊക്കയാർ പഞ്ചായത്തിലെ മേലോരം എന്ന് പറയുന്ന പ്രകൃതി ഭംഗികൾ നിറഞ്ഞ കാണാനുള്ള വ്യൂ ഒക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലാത്തവർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഇതുവരെ കാണാത്തവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ ഗ്രാമീണ യാത്രയുടെ വീഡിയോകൾ കുറേ ആളുകളൊക്കെ കാണുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് കുറേ ലൈക്കുകളൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. വീഡിയോ കണ്ട അത്രയും പേർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് നമ്മൾ കൂട്ടിക്കലിലേക്ക് കടന്നിരിക്കുക കേട്ടോ. കൂട്ടിക്കൽ കൃഷിഭവനം കൂട്ടിക്കൽ ടൗണിലേക്ക് കിടക്കുന്നതിൻ്റെ ഉള്ള ഭാഗങ്ങളാണിത്. ഇവിടുന്ന് നമ്മൾ കടന്നു ചെല്ലുന്ന പ്രദേശത്ത് കൂട്ടിക്കൽ KSEB, SBI ബാങ്ക്, പിന്നെ 30 രൂപയ്ക്ക് എല്ലാവർക്കും ഊണ് നൽകുന്ന ക്യാൻറ്റീൻ, അങ്ങനെ തുടങ്ങി നിരവധി സംഭവങ്ങൾ ഇതാ ഈ ഭാഗത്തുണ്ട്. ഇവിടെയാണ് 30 രൂപയ്ക്ക് ആവശ്യത്തിന് ചോറ് കിട്ടുന്നത്. പോകുന്നു 30 രൂപയുടെ പോകുന്നു. കൂട്ടായി പോകുന്നു നമ്മുടെ. കൂട്ടിക്കലും ആളൊന്നുമില്ല. നമ്മൾ പുറത്ത് ഏന്ത്യാർ മാത്രമേ ഉള്ളൂ. കൂട്ടിക്കൽ ഈ പ്രദേശം നമുക്ക് കാണാൻ തന്നെ എന്തൊരഴകാന്ന് നോക്കി. കൂട്ടിക്കൽ ടൗൺ കഴിഞ്ഞ് കൂട്ടിക്കൽ ചപ്പാത്ത് എന്ന് അറിയപ്പെടുന്ന പ്രധാന സ്റ്റോപ്പിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞല്ലേ പോണ്ടേ? നേരെ മുണ്ടക്കാൻ പോകുന്ന വഴി. നമ്മുടെ ചേട്ടനെ പോണല്ലോ ഇവിടെ. ഇതാണ് കൂട്ടിക്കൽ ചപ്പാത്ത്. ഇവിടെ ഒരു ചെക്ക് ഡാമൊക്കെ ഉണ്ടായിരുന്നു, പൊളിച്ച് നീക്കിയതാ കേട്ടോ. ATM കാർഡ് കൊടുക്കണം. പറഞ്ഞ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ്. പുതിയ ATM കാർഡിൻ്റെ നമ്പറൊക്കെ എടുക്കാൻ വേണ്ടി ഒരു 5 മിനിറ്റ് സമയം ഞങ്ങളിവിടെ ചെലവഴിച്ചു.
ഇത് ശരിക്കും കൊക്കയാറാണ്. ഏത് അടിപൊളി എന്ന് പറഞ്ഞാല് ഇവിടുന്ന് വെമ്പിളി ഇടത്തോട്ടല്ലേ, ഉറുമ്പിക്കര ഇടത്തോട്ട് നമ്മള് വലത്തോട്ട് പോകുന്നു അല്ലേ. ഈ വഴി ടാർ ചെയ്ത് ഇതിലെ വന്നിട്ടേ ഇല്ല. റോഡിന്റെ സൈഡ് വഴി ഐറിഷ് ഓടകളൊക്കെ നിർമ്മിക്കുന്നവരെ ഇതിൽ നിന്ന് കണ്ടാൽ കൊള്ളാം. ഈ റോഡിന്റെ സൈഡിൽ കണ്ട പണിതിരിക്കുന്നത് ഇതുപോലെ കോൺക്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഈ ഓട പണിയുമ്പോൾ, അതിന്റെ ഐറിഷ് ഓട പണിയുമ്പോൾ ആ സൈഡ് വഴിയുള്ള തിട്ട ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നേരത്തോട്ട് തിരിയല്ലേ. പക്ഷെ ഇതിന്റെ ഒക്കെ ഇടിച്ചാലും മുന്നോട്ട് മാറി ആ വീഡിയോ എടുത്തിട്ട് പോകും. പിന്നെ കിട്ടത്തില്ല. അങ്ങനെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് മേലോരത്തിന് തിരിയുന്ന കവലയിലെത്തി. ഇതിപ്പം കടന്നു വരുന്നത് ബോയ്സ് എസ്റ്റേറ്റ് അല്ലേ. ബോയ്സ് എസ്റ്റേറ്റിൽ നിന്ന് നമ്മൾ, അതായത് തിരുവനന്തപുരത്ത് നിന്ന് കടന്നു വരുന്ന എസ്റ്റേറ്റിലെ മരങ്ങൾ വെട്ടി മാറ്റി ആ ഭാഗത്ത് കൈത നട്ടുവളർത്തിയിരിക്കുന്നത്, അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട്സും ഒക്കെ നട്ടുവളർത്തി, അങ്ങനെയുള്ള അതിമനോഹരമായ ദൃശ്യങ്ങളാണ് ഇത് നമ്മൾ കാണുന്നത്. ഇതിനു മുമ്പ് നമ്മളിവിടെ ഇത് കണ്ടിട്ടില്ല. അതൊരു രൂപത്തിൻ്റെ, അതായത് ഒരു കാണിക്കവഞ്ചിയുടെ സെറ്റപ്പിൽ പണിത് വെച്ചിരിക്കുന്നതാണ്. കുരിശടി ആയിട്ട് പണിത് വയ്ക്കുന്നത് ഒരു സിനിമാ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് പണിതാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ഷൂട്ടിങ്ങിന് അത് നിർമ്മിച്ചതാണെന്ന് പറഞ്ഞാൽ പോലും എന്നാ അതിൻ്റെ മനോഹാരിത നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇച്ചിരി ഒതുക്കിയൊക്കെ ആയിരുന്നു നമുക്കത് നിലനിർത്താൻ വരുന്ന നല്ല കാഴ്ചയ്ക്ക് ഭയങ്കര ഇമ്പമുള്ള നല്ല രീതിയിലുള്ള നിർമ്മിതി അല്ലേ. അപ്പോൾ നമ്മൾ മേലോരം കവലയിലെ ബോയ്സ് എസ്റ്റേറ്റിലെ കാഴ്ചകളെ കണ്ടല്ലോ. ഇനി നമുക്ക് ഈ മേലോരത്തിന് യാത്ര തിരിക്കാം. റബ്ബർ തോട്ടത്തിലുള്ള യാത്ര ബഹുരസം തന്നെ. തോട്ടത്തിൽ കണ്ടോ പ്രായമായ അമ്മമാർ വിറക് ശേഖരിച്ച് കെട്ടിയെടുക്കുന്ന കാഴ്ചകളൊക്കെ കാണാം നമുക്ക്. അതുപോലെ തന്നെ റോഡിൻ്റെ സൈഡിലും റോഡിന് ഇരുവശത്തുള്ള തോട്ടങ്ങളിലൊക്കെ പശുക്കളെ മേയ്ക്കാൻ വിട്ടിരിക്കുന്നത്, ഒരു കയറ് പോലും കെട്ടാതെ മേയ്ക്കാൻ വിട്ടിരിക്കുന്നത് കാണാൻ വളരെയധികം അഴകുള്ള കാഴ്ചയാണ്. നമ്മളിപ്പോൾ കടന്നു വന്നിരിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ബോയ്സ് എസ്റ്റേറ്റ് തീരുന്ന ഭാഗത്തിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ഇവിടുന്ന് തൊട്ട് അങ്ങോട്ട് നമ്മൾ പറഞ്ഞാൽ മേലോരം എന്ന ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുക. അതാ നമ്മളെ കാണുന്ന ദൂരെ കാണുന്ന മലമുകളിൽ കാണുന്നതെന്ന് വെച്ചാൽ സെൻറ് ആന്റണീസ് കോളേജാണ്. എത്ര മനോഹരമായ, എത്ര വർണ്ണിച്ചാലും മതി വരാത്ത സുന്ദരമായ കാഴ്ചകളല്ലേ. ഈ കാഴ്ചകൾ കാണാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് വരാമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. ഇതുപോലെയുള്ള ഇനിയുമുള്ള കാഴ്ചകൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കും. സെൻറ് ആന്റണീസ് കോളേജ് മലമുകളിൽ KK റോഡിൻ്റെ സൈഡിലാണ്. ഇവിടെ നോക്കുമ്പോൾ മലമുകളിൽ KK റോഡിൻ്റെ സൈഡിലാണ്, തൊട്ടടുത്താണ് ആ കോളേജ് കാണുന്നത്. ഇവിടെ നേരത്തെ ബോയ്സ് എസ്റ്റേറ്റിലെ റബ്ബർ തോട്ടങ്ങളായിരുന്നു. റബ്ബർ തോട്ടത്തിലെ റബ്ബറെല്ലാം വെട്ടി മാറ്റിയതിന് ശേഷം പുതിയ കൃഷി റബ്ബർ അവർ ചെയ്തിട്ടില്ല. സോളാർ മുള്ളുവേലി കേട്ടോ, ഉറുമ്പിക്കര കണ്ടോ, തിരുവല്ലച്ചി. ഇതിൻ്റെ അത് വല്ലതും കാണാവോ? കണ്ടോന്ന് ചോദിച്ചിട്ട്. പിന്നെ എന്നത് ആണോ? അതായിരിക്കും മുള്ളുവേലി വെച്ചത്. ഇത് എവിടെ നിന്ന് വരുന്ന വെള്ളമാണ്? ഇവിടെ നമ്മൾ കണ്ട കാഴ്ചകളെന്ന് പറഞ്ഞാൽ റോഡിൻ്റെ മുകളിൽ വെച്ചോട്ട് കണ്ടോ കൈതകളാണ് കൂടുതൽ, കൈത കൃഷിയാണ് കൂടുതൽ. അപ്പോൾ ആ കൈത കൃഷിയുള്ള മേഖലയിൽ ആ കൈതയുടെ കൂട്ടത്തിൽ റബ്ബർ, മാങ്കോസ്റ്റ് പോലെയുള്ള കൃഷികളും ചെയ്തിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ മാങ്കോസ്റ്റ് മാത്രമായിട്ടാണ് നട്ടിരിക്കുന്നത്, ചില ഭാഗത്ത് റംബുട്ടാൻ മാത്രം. അങ്ങനെ പലതരത്തിലുള്ള കൃഷികളാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുവരുന്നത്. അതായത് നേരത്തെ റബ്ബർ കൃഷി മാത്രം ഉണ്ടായിരുന്ന ഈ മേഖലയിൽ ഇപ്പോൾ പലതരത്തിലുള്ള കൃഷികളാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതിലെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഈ കാഴ്ചയുടെ ഒരു ഭയങ്കരമായ അനുഭവം കേട്ടോ.
യാദൃശ്യമായിട്ട് ആലിക്കാക്ക എന്നോട് പറയുമായിരുന്നു, നമുക്ക് അന്നാടാവി നമുക്ക് മേലോരം വരെ ഒന്ന് പോയേക്കാം, മേലോരം ഒന്ന് നമുക്ക് കാണാം, നല്ല കാഴ്ചകൾ നല്ല അനുഭവങ്ങളുള്ള സ്ഥലമാണ്. ആലിക്കാക്കായ്ക്ക് നേരത്തെ വണ്ടിയുള്ള സമയത്ത് 608 സമയത്ത് ഇതിലെയൊക്കെ ലോഡ് കയറ്റി വന്നിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പം അതുവഴി നല്ല സ്ഥലങ്ങളാണ്, നല്ല ഏരിയ, നമുക്ക് പോയി കാണാം. അങ്ങനെ ഒരു താല്പര്യത്തിന് പുറത്ത് പെട്ടെന്ന് വന്ന. അപ്പോൾ ഏതായാലും വന്നത് വെറുതെ ആയില്ല. അടിപൊളി സുന്ദരമായ പ്രദേശം, നമ്മുടെ കാഴ്ചയുടെ പുതിയ ലോകം. ഈ 6-7 കിലോമീറ്റർ അകലെ കിടക്കുന്ന ഞങ്ങൾ പോലും ഇത് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ വന്നു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞതൊക്കെ കരുതി വന്നത് കൊണ്ട് മാത്രമേ ഇത് ഇങ്ങനെ ഒരു നല്ല കാഴ്ച കാണാൻ സാധിച്ച. അല്ലാതെ ഇതിലെ വരേണ്ട യാതൊരു കാര്യവുമില്ല. ഇതുപോലുള്ള സുന്ദരമായ കാഴ്ച കാണാൻ ജീവിതത്തിൽ സാധിക്കുന്നുമില്ല. നമ്മളൊരു നല്ലൊരു ടൂർ പ്രോഗ്രാം വെച്ചാൽ പോലും ഇത് നമുക്ക് ഭയങ്കരമായ ഒരു അനുഭവം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നേരത്തെ റബ്ബർ തോട്ടമായിരുന്നപ്പോൾ നമ്മൾ ഇതിലെ വന്ന ഈ കാഴ്ചകളൊന്നും കാണാൻ ഒരിക്കലും പറ്റുകയില്ലായിരുന്നു കേട്ടോ. അന്നേരം നമുക്ക് ഇങ്ങനെ ഈ തോട്ടത്തിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യുക എന്നുള്ളതിനപ്പുറത്തോട്ട് ഇങ്ങനെ നമുക്ക് ഈ ചുറ്റോട് ചുറ്റുമുള്ള മലകളും ഈ പ്രകൃതി ഭംഗിയൊന്നും ആസ്വദിക്കുക ഒരിക്കലും സാധ്യമല്ലായിരുന്നു. പക്ഷേ ഈ തോട്ടം വെട്ടിയതിന് ശേഷം ഈ ചെറിയ ചെറിയ കൃഷികൾ ഉള്ള സമയത്ത് ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ഭയങ്കരമായൊരു അനുഭവം, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവം. ശരിക്കും പറഞ്ഞാൽ പാട്ട് പാടാൻ അറിയത്തില്ല, അല്ലേ? നല്ലൊരു പാട്ട് പാടാൻ ഇതൊക്കെ കണ്ടിട്ടൊരു പാട്ട് പാടാൻ തോന്നുന്നുണ്ട്. പക്ഷെ എൻ്റെ സ്വരം മോശമായതുകൊണ്ടും പാട്ട് എനിക്ക് അറിയത്തില്ലാത്തതിനാലും ഞാൻ പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നില്ല. ഏന്തയാറ്റിൽ നിന്ന് തുടങ്ങിയ മേലോരം യാത്ര എന്തായാലും നല്ല ഒരു സുന്ദരമായ പ്രദേശത്തൂടെ യാത്ര ചെയ്യാൻ പറ്റി. വീഡിയോ എല്ലാവരും മുഴുവനായി തന്നെ കാണുക. ഈ കുന്നിൻ ചെരുവ് കഴിയുന്നതോടുകൂടി ഇനിയിപ്പോൾ നമുക്ക് സെൻറ് ആനീസ് കോളേജ് കാണാൻ പറ്റത്തില്ല. ഈ ഒരു വളവ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇനി അങ്ങോട്ട് ഒരു സൈഡിൽ തോട്ടം നിറയെ റംബൂട്ടാൻ, വളർന്നു നിൽക്കുന്ന റംബൂട്ടാനാണ് കേട്ടോ. ഒരു സൈഡിൽ റബ്ബർ തൈകളും ഒരു സൈഡിൽ റംബൂട്ടാനുമാണ് കൂടുതൽ. അപ്പോൾ അധികം കാഴ്ചകൾ ഇവിടെ നമുക്ക് പകർന്നു നൽകാൻ സാധിക്കില്ല. എങ്കിലും സുന്ദരമായ പ്രദേശമായതുകൊണ്ട് നിങ്ങളെല്ലാവരും കാണുക. വട്ടി ഓടണ്ടാ അവിടെ വന്നോ. വല്ല പണിയായിരുന്നു. അവരില്ലേ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതിന് പറയാൻ പറ്റേ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതിനായിരിക്കും. ഇവിടെ ഫേവർ ചെയ്യണം. പക്ഷെ ആരും ഇല്ലല്ലോ. എസ്റ്റേറ്റിൻ്റെ കാര്യം പിന്നെ വെളിയിൽ നിന്ന് വരുന്ന 10,000 രൂപ. പള്ളി കാണത്തില്ല. പള്ളി അടുത്ത വളം വയ്ക്കുന്നു. അപ്പം നമ്മൾ മേലോരം ഭാഗത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ആടി അവിടെയല്ലേ? ഇല്ല, ഇതിൻ്റെ അല്ലാത്ത ഒരെണ്ണം കൂടെ എടുക്കണേ. മറ്റേ കൂടി ഒരു വീഡിയോ കൂടി തിരിച്ചു പിടിച്ചുള്ള ഒരു വീഡിയോ കൂടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, നമ്മളിതാ മേലോരം ഭാഗത്തേക്ക് കടന്നിരിക്കുന്നു.
ഈ കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇടുക്കി ജില്ലയിലെ കൊക്കയാർ പഞ്ചായത്തിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഇതിനൊക്കെയാണ് ഇപ്പോഴത്തെ പിള്ളേർ പറഞ്ഞാൽ വൈബ്, കിടു വൈബ് എന്നൊക്കെ പറഞ്ഞില്ല. വൈബ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് പിള്ളേരുടെ ഭാഷയിൽ. വൈബ് എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ് വൈബ്. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ചുറ്റുമുള്ള കാഴ്ചകളൊന്ന് കാണാം. പണിക്കാരാണ്ട് പോയത് കരിയാ കഷ്ട കരിയ എങ്ങനെ കുഴിയിലോട്ട് ഇറങ്ങുന്ന ഇതിൻ്റെ വഴിയില്ലേ. അല്ലാതെ നമുക്ക് കിട്ടുമോ? അത് അല്ല അങ്ങനെയല്ല പറഞ്ഞേ, സംഭവം കിട്ടുമോ? സംഭവം കിട്ടും. ഇതിപ്പം നോക്കിയാൽ വല്ല കാണാം നമുക്ക്. കാണത്തില്ല. ആ നമ്മൾ ആ കെട്ടിടത്തിൻ്റെ സൈഡിൽ കൂടെ ബസ്സും മറ്റു വാഹനങ്ങളൊക്കെ തെക്കേ റോഡിൽ കൂടെ കടന്നു പോകുന്നതാണ് കാണുന്നത്. പക്ഷേ ഈ കൈയുടെയൊക്കെ ഇതിനകത്തോടെ നോക്കുമ്പോൾ ഭയങ്കര ഡിസൈനാണ്. ഈ സൈഡിൽ നമ്മളിപ്പോൾ അങ്ങേ സൈഡിലെ ഡിസൈനല്ലേ കാണുന്നത്. ഇത് പത്ര അവർക്ക് ചെയ്യാല്ലേ. നമ്മൾ ഈ കാണുന്നതാണ് മേലോരം വലിയ പാലം. മേലോരം അഴങ്ങാടിന് പോകുന്ന വലിയ പാലമാണ് ഈ കാണുന്നത്. ലൊക്കേഷൻ സിനിമയുടെ ലൊക്കേഷൻ എടുത്ത് നമ്മൾ പോകുന്നിടം എല്ലാം സിനിമയുടെ ലൊക്കേഷനാണെന്ന് പറഞ്ഞിട്ടാണ് പോരുന്നത്. ഈ പാലം തീർച്ചയായിട്ടും